നമ്മളൊരു പ്രത്യേക കേരളത്തിലാണ് സുജയ. നന്മയുള്ള കേരളമൊക്കെ മാറി പുതുയുഗ കേരളമാണ്. ചുരുക്കി ഞാൻ പറയാം, നമ്മൾ രാവിലെ ഒരു ചായ കുടിക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു കാലി ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നിവൃത്തിയില്ല, 15 രൂപയ്ക്ക് മുകളിലാണ് മിൽമയുടെ വില, നടക്കില്ല. പിന്നെ എങ്ങനെ പോകും? അത് പെട്രോളിനാണ് പോകണമെങ്കിൽ 11 ദിവസത്തിനകം 4 തവണ പെട്രോളിന് വില കൂടി, പോകുന്നത് ബുദ്ധിമുട്ടാണ്, നടന്നു പോകേണ്ടി വരും. അല്ലെങ്കിൽ കാളവണ്ടിയൊക്കെ ഉണ്ട്, മുമ്പ് പലരും പോയതുപോലെ സൈക്കിളോ കാളവണ്ടിയോലൊക്കെ പോകാം. ഇനിയിപ്പോൾ ചായ വേണ്ടാന്ന് കരുതുക, നിങ്ങൾ റേഷൻ കഴിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കാം. ഞങ്ങൾ ചായ കുടിക്കുന്നില്ല, റേഷൻ കഴിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ നോക്കൂ, ഭക്ഷ്യധാന്യം നൽകുന്ന ഒരു പദ്ധതിയുണ്ട്, അതങ്ങ് നിർത്തി. അപ്പോൾ ഇനി നീലക്കാടുകാർക്ക് കുറച്ച് അധികം അരി കൂടുതൽ കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അതും നിർത്തി. അപ്പം ഇത് ശരി, എന്നാൽ പിന്നെ റേഷൻ വേണ്ട, ജോലിക്ക് പോയിട്ട് വല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ അതും നടക്കുന്നില്ല. ഹോട്ടൽ വില കൂടി, LPG സിലിണ്ടർ, നമുക്കറിയുന്ന വിഷയങ്ങളൊക്കെ ഒരു വശത്തുണ്ട്. ഇനി ജോലിക്ക് പോയി തിരിച്ചെത്തുന്ന പെൺകുട്ടികളെ സ്ഥിതി ആലോചിക്കണം. കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് 8 അംഗ ഗുണ്ടാ സംഘമാണ് ആക്രമിച്ചിരിക്കുന്നത്. കൊച്ചി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി VD സതീശന്റെ സ്വന്തം തട്ടകമായിട്ടുള്ള കൊച്ചി. ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, ഈ നാട്ടിൽ തന്നെയുള്ള വല്ല കാട്ടിലും പോയി ജീവിക്കാന്ന് വെച്ചാൽ ആന ചവിട്ടി കൊല്ലുന്നത് തുടരുക. UDF സർക്കാർ വന്ന കാര്യം എന്ത് ചെയ്യാനാണ്? ഈ ആനകൾ അറിഞ്ഞിട്ടില്ല, അത് വിഷയം. ഈ ചവിട്ടെങ്ങാനും കിട്ടി ചാകാതെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിയെന്ന് വിചാരിച്ചാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ? ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാലോ, ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ ICUവിൽ കിടത്തുവോ പുറത്ത് കളയുവോ ഒക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ പുഴുവരിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഇനി ഒരു മധുവിധു കാലമാണ്, ഒരു കൂളിംഗ് പീരീഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുമുണ്ടോ? ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റാണ് കിടക്കുന്നത്. ഇതൊക്കെ തമാശയാണ് പറയുന്നത്, ജനങ്ങൾക്ക് ഇത് അത്ര തമാശയുള്ള കാര്യമൊന്നുമല്ല. ഇത് വളരെ സംസ്ഥാനത്ത് നികുതി ഭീകരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് സൈക്കിൾ ചവിട്ടി വന്ന് സമരം ചെയ്ത ഒരാളാണ്. അപ്പോൾ അത്രയും കാലം പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളത് പഠിക്കട്ടെ എന്ന് പറയുന്നത് വലിയൊരു വിഷയമുണ്ട്. അപ്പോൾ പഠിക്കാതെയാണോ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നും ഞങ്ങളിതാ പാലും തേനും ഒഴുക്കും വെള്ളത്തിന് പകരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ സ്ഥലത്താണ് ഇനിയിപ്പോൾ KSRTCയുടെ സൗജന്യ യാത്ര ഏത് തരത്തിലാണ്, ക്ഷേമ പെൻഷൻ ഏത് തരത്തിലാണ് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. ഈ തമാശ എല്ലാം മാറ്റി വെച്ച് വരുമ്പോൾ വലിയ വിഷയമാണെന്ന്. മെഡിക്കൽ കോളേജ് കണ്ട വിഷയമൊക്കെ എന്തെടുക്കും? അപ്പോൾ 1 മുതൽ 0 വരെ, 1 മുതൽ 10 വരെ എന്താണ് ഈ നടക്കുന്നത്? ഇതൊരു നീണ്ട ലിസ്റ്റാണ്. ഇത്തവണ എനിക്ക് പറയാൻ വിശദീകരിക്കാനൊന്നുമില്ല, ഞാനൊരു ഫുൾ നീണ്ട ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതാണെങ്കിൽ ജൂൺ 4-ാം തീയതി പ്രക്ഷോഭത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു സർക്കാർ കയറി ഒറ്റയടിക്ക് പ്രക്ഷോഭത്തിലേക്ക് കടക്കുമ്പോൾ ജനകീയമായ വിഷയങ്ങളിൽ ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് ഒരെണ്ണമുണ്ടോ രാഷ്ട്രീയമായിട്ടുള്ള കാര്യം?